നമുക്ക് വീടൊന്നും കറങ്ങി കണ്ടാലോ? ഇതൊക്കെ അമ്മയാണ് ഡിസൈൻ ചെയ്തേക്കുന്നത് അല്ലേ? ഹലോ നമസ്കാരം, നമ്മുടെ ചേട്ടൻ. അകത്തേക്ക് ആയിട്ട് എന്താ പരിപാടി? എന്റെ നാടാണെങ്കിൽ ഞാൻ വല്ലപ്പോഴും ഒരു അടി കിട്ടിയാൽ നിങ്ങളും മേടിക്കും. ഉമ്മിച്ചുള്ള എപ്പോഴാണ് തുറക്കുന്നു, നിങ്ങൾ ഒറ്റ പോക്ക് പോകുന്നു. 108 വിളിച്ചിട്ട് ഇത് കൊള്ളാം. ഈ ഐഡിയ കൊള്ളാട്ടാ. ആരെങ്കിലും ഇവിടുന്ന് ഇറങ്ങി ഓടാൻ ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ ഒരു അൽസാബിത്തിന്റെ ഒരു സാധനം വേണം കാണിച്ചു തരാം. കേശുവിന്റെ ആരും കാണാത്ത ഒരു തൊട്ടിൽ ഇതേ അവിടെ അതിനകത്തുണ്ട്. ഉപ്പും മുളകിലേതാ നമ്മുടെ സ്വന്തം കേശുവിന്റെ വീട്ടിൽ നമ്മൾ എത്തിയിരിക്കുന്നത്. കേശു നമസ്കാരം. നമസ്കാരം. കുറച്ച് ലേറ്റ് ആയല്ലേ? കുറച്ചധികം. കേശുവിന്റെ ഇത് എക്സാം ഒക്കെ ഉണ്ട്. അപ്പൊ എക്സാമിന് വന്ന് എന്താ പഠിച്ച് സെറ്റായോ? പിന്നെ ഫയറല്ലേ ഓ നൈസ് നൈസ്. ഇതിന്റെ സോഷ്യൽ മീഡിയയിൽ നമ്മളിപ്പോ എന്ത് കാണിച്ചാലും ചർച്ച ചെയ്യണല്ലോ. കേശുവിന്റെ വണ്ടിയെ കുറിച്ചൊരു ചർച്ച ഉണ്ടായി. ഇതിപ്പോ ആദ്യമായിട്ട് എടുത്ത വണ്ടി ഇതാണോ? രണ്ടാമത്. മുമ്പത്തെ ഏതായിരുന്നു? കിഡ് ആയിരുന്നു അല്ലേ? അതിനു മുമ്പ് വേറെ നാനോ ഒക്കെ ഉണ്ടായിരുന്നു. ഇത് ആരുടെ ഇഷ്ടപ്രകാരം എടുത്ത വണ്ടിയാണ്? വണ്ടി എടുക്കണമെന്നുള്ള നമ്മുടെ ഇഷ്ടമായിരുന്നു. വണ്ടി കറക്റ്റ് കണ്ട് ഇഷ്ടപ്പെട്ട് സെറ്റ് ആയത് അമ്മയാണ്. എല്ലാ കാര്യത്തിനും അഭിപ്രായം ചോദിക്കാൻ അമ്മയാണ് എല്ലാത്തിനും ഫൈനൽ ഡിസിഷൻ അല്ലേ? നോക്കാം നാട്ടിൽ വെയിൽ ഒന്നും ഇവിടെ നല്ല വെയിലുണ്ട്. അതെ 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 അതെ. ഹൈ നിറച്ചും ചെടിയൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഇതൊക്കെ അമ്മയുടെ കലാപരമായ സൃഷ്ടികളായിരിക്കും അല്ലേ? ചെടി എന്ന് പറഞ്ഞാൽ ജീവന. ഇതൊക്കെ അമ്മയാണ് ഡിസൈൻ ചെയ്തേക്കുന്നത് അല്ലേ? പിന്നെ ഡിസൈൻ ചെയ്യണത് പറയണത് അമ്മ, പൊക്കിയെടുത്ത് വെക്കണത് പ്ലാൻ മാത്രമേ ഉള്ളൂ അപ്പയുടെ നോക്കാം. അപ്പൊ കേശുട്ടാ ഇതാണ് നമ്മുടെ വീടല്ലേ? അടിപൊളി. അപ്പൊ എന്തായാലും കുറെ ഡിസൈനുകളൊക്കെ ഉണ്ടല്ലോ. ഈ ഡിസൈനൊക്കെ നേരത്തെ ഉണ്ടായിരുന്നാണോ? ഇതൊക്കെ നമുക്ക് ഓരോ ടൈമിൽ ഓരോ ഐഡിയ തോന്നുമ്പോ ഇതാരാണിത്? ഇത് എവിടെ പോയതാ? അയ്യോ എന്താ ഒരു മിനിറ്റ്. മറ്റേ അവിടെ മറ്റേ ബ്ലർ ചെയ്യേണ്ടി വരും. ഇത് മറ്റേ ഇതെവിടെ പോയപ്പെടുത്താം? കാശ്മീർ പോയപ്പോ. ഓ നൈസ്. ഇവിടെ ഇനി കേശൂട്ടന്റെ പിക്ക് കാണുന്നവരൊക്കെ കണ്ടോ? ഓക്കെ. ഇതൊക്കെ ഇവിടുന്ന് ഇതിൽ ഈ പുരസ്കാരം ആദ്യമായിട്ട് കിട്ടിയൊരു പുരസ്കാരം ഓർമ്മയുണ്ടോ മനസ്സിൽ? എവിടെ നിന്നാണ് ആദ്യമായിട്ട് കിട്ടിയത്? എനിക്കത് കുഞ്ഞു സ്കൂളിൽ നിന്നാണ് കിട്ടിയത്. മികച്ച ബാലതാരം ശാന്താദേവി പുരസ്കാരം അല്ലേ? പിന്നെ നമ്മുടെ ഫ്ലവേഴ്സിന്റെ ടോപ്പ് 10 ഇരിക്കുന്നു. ഓ എല്ലാം അത്യാവശ്യം നമ്മുടെ എല്ലാം കണക്റ്റഡ്. നമുക്ക് വീടൊന്നും കറങ്ങി കണ്ടാലോ? ഓക്കെ. ഇവിടെ സിസ്റ്റം ഇവിടെയാണോ നമ്മുടെ ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങളെല്ലാം? ഇവിടെ ഇരുന്നിട്ടാണോ വർക്കൗട്ട് ചെയ്യുന്നത്? ആണല്ലേ? ഇവിടെ പൂച്ചയുണ്ടോ? അതെ ഫുഡൊക്കെ ഇരിക്കുന്നത്. ആണോ? നമ്മുടെ ഇതാണ് ഇത് ബെഡ്റൂം അല്ലേ? അമ്മയുടെ ബെഡ്റൂം. അത് തുറക്കാലോ? ഇതാണ് ബെഡ്റൂം. ഓ ഇത് എല്ലായിടത്തും നമ്മുടെ ഫോട്ടോ ഒന്ന് നോക്കണേ. നിർബന്ധ. രാവിലെ എഴുന്നേൽക്കുമ്പോഴും കിടക്കുമ്പോഴൊക്കെ അനുഭവിക്കണം. ഓ എന്റെ അമ്മേ, ഇത് ഇപ്പോഴേയും ഫോട്ടോ എല്ലായിടത്തും ഉണ്ട്. ചുറ്റിനും ഫോട്ടോ വെച്ച് നിറച്ചേക്കാണ്. ബാത്റൂം ഉണ്ട്, അത് കാണിക്കണോ? വേണ്ട. ബാത്റൂമിൽ ഫോട്ടോ ഉണ്ടോ? ഇല്ല. അതെ അവിടെ ആയിട്ട് വെക്കാണ്ടിരിക്കണ്ടെന്ന് വിചാരിച്ച്. ഇതൊക്കെ പുതിയതായിട്ട് നമ്മൾ തന്നെ ചെയ്തതാണല്ലേ? പിന്നെ 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 ഇത് കിച്ചൺ. അത് കിച്ചൺ അങ്ങാണ്. നടുക്കൊരു ഡൈനിങ് ടേബിൾ ഉണ്ട്. ഉമ്മച്ചി എന്തി? ഓ ഉമ്മച്ചി ഉമ്മോ ഇവിടെ ഉണ്ടല്ലോ. ഹലോ. ചുമ്മാ ക്യാമറ ഒക്കെ ഇട്ട് വരുന്നതല്ലേ? നാളെ പറയരുത് ഞാൻ അടുക്കള കേറൂല്ലെന്ന്. അടുത്ത സമയത്ത് അങ്ങോട്ട് തുറക്കാം. നമ്മൾ അടുത്ത സമയത്ത് റിനോവേറ്റ് ചെയ്തതാണ്. ഇവിടെ വലിയൊരു കിണറൊക്കെ ഉണ്ടല്ലേ? ഓക്കെ. ഹലോ നമസ്കാരം, നമ്മുടെ ചേട്ടൻ. വിപിനാണോ? അകത്തേക്ക് ആയിട്ട് എന്താ പരിപാടി? വെട്ടിപ്പിരിക്കും കേട്ട. ഓക്കെ കാണാം.
അവിടെ തുറക്കാം. അവിടെ തുറക്കാം അല്ലേ? ഉമ്മച്ചിയാണ് എന്റെ നാടാണെങ്കിൽ ഞാൻ വല്ലപ്പോഴും ഒരു അടി കിട്ടിയാൽ നിങ്ങൾ മേടിക്കും. ഉമ്മച്ചിയുള്ള എപ്പോഴാണോ ഉമ്മച്ചി? ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ എന്താ ഉള്ളതെന്നാ ഞാൻ ആരുടെ വീട്ടിലാണ് വന്നേക്കുന്നത്? ഇവിടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഓക്കെ, ബാ നമുക്ക് ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോവാം. എടുത്തല്ലോ, അത്രേ ഉള്ളൂ. ഇവിടെ ശരിക്കും ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ പിന്നെ നമ്മള് ഇങ്ങോട്ട് ഇറക്കിയതാണ്. അവിടെ ആയിരുന്നു കിച്ചൺ. ആ കിച്ചൺ ഞാൻ പൊളിച്ച് ഇപ്പുറത്തേക്കാക്കി തട്ടി കളഞ്ഞിട്ട് പിന്നെ ഇവിടെ ആക്കിയത്. ഉള്ള പരിമിതിയിൽ നമ്മള് അതായത് ഇത് നമുക്ക് 3.5 സെന്റ് ഉള്ളു സ്ഥലം. അപ്പൊ ആദ്യം വെച്ചപ്പോ ബെഡ്റൂമും ഹാളും കിച്ചണും ഉള്ളായിരുന്നു. പിന്നെ കുറച്ചുകൂടെ നമുക്ക് വേണമല്ലോ. ഓക്കെ ഓക്കെ. 3.5 സെന്റാണോ 30 സെന്റാണോ എന്നല്ല, ഉള്ളതിൽ നമ്മൾ വൃത്തിക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത നടക്കുന്ന വഴിയിലൊക്കെ ഫോണൊക്കെ ഉണ്ടാവും. കണ്ടോ? അമ്മച്ചിയുടെ ഫോണാണോ? എല്ലായിടത്തും മോളിൽ കാണും. ഇതാണ് കുമ്പിടി ഫോൺ. ഇത് നമ്മുടെ ഡൈനിങ്. ഇത് രസമായിരുന്നു. എനിക്ക് ലൈറ്റും എല്ലാം ഭയങ്കര ഇഷ്ടമായി. അടിപൊളി. ഇതാരാ? കൂട്ടത്തോടെ ഏറെ കയറുമ്പോ ഒരുമിച്ച് കയറണല്ലേ? അതന്നെ. മോളെ ഇതാണോ? ഓക്കെ, അത് മോളിലേക്കോ? എവിടെ നമ്മുടെ പൂച്ചയൊക്കെ എന്ത്? ഐഷുന്നാണോ പൂച്ച? ഇവിടുത്തെ നടക്കുന്ന വഴിയിലെല്ലാം നമ്മുടെ കേശുവിന്റെ ഫോട്ടോസ് ഉണ്ട്. ആണോ? ഉമ്മയുടെ മുറിയാണോ? ഞങ്ങൾ പറഞ്ഞു നിർത്തേക്കും. പിന്നെ ഇവിടെയും ഫോട്ടോ ഉണ്ട്. ഒരു ചലഞ്ച് വെക്കണം. ഇവിടെ എത്ര കേശുവിന്റെ ഫോട്ടോ ഉണ്ട്? ഇതൊക്കെ ആരാണ് ഇതിൽ കൂടെ സൈക്കിൾ ഓടണം? ഇതിൽ കൂടെ സൈക്കിൾ ഓടണ്ടായിരുന്നില്ല, ഞാൻ കൊണ്ടത് കയറ്റി വെച്ചാണ്. അനങ്ങിയിട്ടില്ല. ഇതാണോ ചുമ്മാ മുറി? മറ്റേ സിനിമ പറഞ്ഞോട്ട് ചുമ്മാ ഒരു മുറി. അതായത് ഇവിടുത്തെ ഡൈനിങ് ആണ്. അപ്പൊ അങ്ങനെ സേഫ് ചെയ്യാൻ വേണ്ടി ചെയ്തേക്കണേ. പിന്നെ അമ്മച്ചമ്മയ്ക്ക് ഹാളിൽ തന്നെ കിടക്കണം ഒരു ആഗ്രഹം. റൂമുണ്ട്, എന്നാലും എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഹാളില് ഫുള്ള് വിശാലമായിട്ട് കിടക്കണം. അതാണ് അമ്മച്ചമ്മയുടെ ആഗ്രഹം. സോഫ എനിക്ക് പണ്ടത്തെ ഒരു കട്ടിലുണ്ട്, അമ്മച്ചമ്മയുടെ മറ്റേ ആന്റിക്ക സെന്റിമെന്റൽ കട്ടില്, പഴയ കട്ടിലാട്ടോ. അതെ, ആ വുഡൊക്കെ കണ്ടറിയാം. പണ്ടത്തെ കട്ടില് കിടക്കണം എന്നുള്ളതാണ് എന്റെ അത്ഭുതം. അതാണ്. ഇതൊന്നും നല്ല ഉറപ്പുള്ള മരമായിരിക്കും. നമ്മുടെ ഐശുവിന്റെ കൂട് അഥവാ വീട് കാര്യമില്ല, പുരാവസ്തുവാണ്. അങ്ങനെ തന്നെ വെച്ചേക്കുന്നു, കേറില്ല അല്ലേ? അടിപൊളി. ഐശുവിനെ കണ്ടില്ല എത്ര നേരമായിട്ട്. നിങ്ങൾ വന്നപ്പോ എന്നോട് എന്തെങ്കിലും കണ്ണു പിടിക്കത്തില്ലെങ്കിൽ തയ്ക്കുന്ന കാണണം. ഓക്കെ, തുറക്കുന്നു, നിങ്ങൾ ഒറ്റ പോക്ക് പോകുന്നു. നേരെ പോകുന്നു. അണ്ണാ 108 വിളിച്ചിട്ട് നിങ്ങൾക്ക് ഒരു സാധനം ക്ലിയർ എടുത്തു തരാൻ പറ്റില്ല. അവിടെ എനിക്കൊരു ചെറിയൊരു ലൈനിങ് ആരെങ്കിലും ഇവിടെ ഇറങ്ങി ഓടാൻ ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ ഒരു അൽസാബിത്തിന്റെ ഒരു സാധനം വേണം കാണിച്ചു തരാം. എന്താ എടുക്കുമെന്ന് എനിക്ക് അറിയില്ല, കിട്ടുമോ അറിയില്ല. അതെ, നമ്മുടെ കേശുവിന്റെ കാണാത്ത ഒരു തൊട്ടിൽ ഇതേ അതിനകത്തുണ്ട്. കേശു കിളി ഉണ്ടായിരുന്നു. അതെന്തി? ആരൊക്കെയോ കൊണ്ടുപോയി. എങ്കയോ പോയി. ഇതാണോ കേശുവിന്റെ റൂം? അതെ. ഇത് 2 ബെഡൊക്കെ ഇവിടെ കിടന്ന് കുറച്ച് കഴിയുമ്പോൾ ഇപ്പുറത്തേക്ക് ബോറടിക്കും. മൂട് മാറുമ്പോൾ മാറി കിടക്കും. ഇതാണ് നമ്മുടെ സ്റ്റഡി ടേബിൾ അല്ലേ? അത് സ്റ്റഡി ടേബിൾ. സ്റ്റഡി നടക്കാറുണ്ടോ? നമ്മൾ ഈ സെറ്റപ്പിന് വേണ്ടി തുറന്നു നോക്കണ സാധനം അതേപോലെ അടുക്കി വെച്ചേക്കാണ്. അനങ്ങരുത് അവിടുന്ന്. ഓ കൊള്ളാം. ഇതൊക്കെ ആര് മേടിച്ചെന്നാ? അത് ഇത് പണ്ട് രതീഷ് പാലക്കാട്. ഇന്നലെ കൂടി ചേട്ടൻ വിളിച്ചത് എപ്പിസോഡ്. എന്തിന്? അത് രതീഷേട്ടന്റെ പേരൊന്ന് എടുത്തു പറഞ്ഞേക്കോ. ഇതാണോ ആ മഹാനായ മനുഷ്യൻ മേടിച്ചെന്ന്? കുമ്പളം തുടങ്ങി ഒരു 1 ഇയർ ആയപ്പോ പുള്ളി ദുബായിൽ നിന്ന് ഈ സാധനം കൊണ്ടുവന്ന് പാലക്കാട് കൊണ്ടുവന്ന് അവിടുന്ന് പുള്ളി ബസ്സിന് കയറി ഈ വീട്ടിൽ കൊണ്ടുവന്നു. അതാണ് രതീഷേട്ടൻ. ഇപ്പോഴും പുള്ളി അത് വിളിക്കും. ഇന്നലെ വിളിച്ചിട്ട് എപ്പിസോഡൊക്കെ നന്നായിട്ടുണ്ടെന്ന്. ഇത് കട്ടിലധികം വന്നതാണ്. ഞങ്ങള് എറണാകുളത്ത് കുറെ നാള് അവിടെ ആയിരുന്നല്ലോ. ഇപ്പോഴും എറണാകുളം ആണെങ്കിലും അന്ന് ഞാൻ നാട്ടില് ഇവിടെ മേടിച്ചാണ് ഇത്. അവിടുത്തെ ഫർണിച്ചർ എല്ലാം കൂടി ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടി വന്നു. അങ്ങനെ പിന്നെ ഇവിടുത്തെ കുറെ അവോയ്ഡ് ചെയ്തു. നമ്മുടെ ഫാമിലി ഫോട്ടോ ഇതായിരിക്കുന്നു. നമ്മുടെ എല്ലാരും ഒമാനിന്റെ വാളാണ്. അവരുടെ നാഷണൽ. ഇത് അവിടുന്ന് ഗിഫ്റ്റ് കിട്ടിയതാ.
അത് നമുക്ക് എടുത്ത് തുറക്കാനൊക്കെ പറ്റുമോ? ഇല്ല, അതിന്റെ ഉള്ളിലാണോ? അതിന്റെ ഒരെണ്ണം സിൽവർ ഉണ്ടായിരുന്നു, അതെടുത്ത് തുറക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെ ഞാൻ തുറന്ന് അതിനകത്ത് വെക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ടാവും. തോന്നിയായിരുന്നു. ഇങ്ങനെ തരുവുള്ളൂ, ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാനും പറ്റില്ല. ഓ ഇത് കേശുവിന്റെ സ്വന്തം ഗ്ലോബ്. സ്വന്തം ഗ്ലോബ്. പാലാരിട്ടൊക്കെ പിന്നെ പാലാരോട്ടം മാത്രമോ, വാഴക്കാല, പാറവട, വീട് എല്ലാം കാണാറുണ്ടല്ലേ? ഓക്കെ. പക്ഷെ ഇന്ത്യ മാത്രം ഇതുവരെ കിട്ടിയിട്ടില്ല. ടെക്സ്റ്റ് ബുക്കുകളെല്ലാം കേശുവിന്റെ കേട്ടോ. ടെക്സ്റ്റ് ബുക്കുകൾ അപ്പൊ ഈ നോട്ട് ബുക്കൊക്കെ കേശുവിന്റെ. അപ്പൊ ഇത് മൊത്തം കേശുവിന്റെ പറഞ്ഞാ പോരെ? അല്ല, പിന്നെ എന്റെ ബുക്കുണ്ട്, ശരിയാ. അമ്മയുടെ അതുകൊണ്ട് അതിന്റെ മുകളിലോട്ടിരിക്കുന്ന ഞാനിപ്പോ രണ്ടാമത് ഡിഗ്രി, ഇപ്പൊ PG ചെയ്യുക. MA എന്താ ഇവിടെ നടക്കുന്നേ? അൽസാബി തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ഞാനിപ്പം PG ഫസ്റ്റ് ഇയർ ഇന്ന് എക്സാമിന് പോകാൻ നിൽക്കുന്ന മനുഷ്യൻ MA സോഷ്യോളജി, SMU യൂണിവേഴ്സിറ്റി, മണിപ്പാൽ. അടിപൊളി. അമ്മയെ പഠിപ്പിക്കുന്ന മോൻ. അതെ, എവിടെ കണ്ടിട്ടുണ്ട് ഡിഗ്രി എടുത്തിട്ടാണ് ഇപ്പൊ. സാറ് നേരെ തിരിച്ചാണ്, അമ്മമാരാണ് മക്കളെ പഠിപ്പിക്കുന്നത്. നേരത്തെ എനിക്ക് ഡിഗ്രി ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അപ്പൊ ആ ടൈമിലൊക്കെ ആയിരുന്നു മാരേജ് ഒക്കെ. അപ്പൊ പിന്നെ അത് നമ്മള് കോർപ്പറേഷൻ, അന്ന് കോർപ്പറേഷൻ, ഡിപ്ലോമ കോർപ്പറേഷൻ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കല്യാണമായി, പിന്നെ പഠിക്കാൻ പോകാൻ പറ്റിയില്ല. പഠിക്കാൻ ഓപ്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഓരോ ജീവിത സാഹചര്യങ്ങളിലേക്ക് നമുക്ക് മൾട്ടിപ്പിൾ ക്വസ്റ്റിനകത്ത് 4 തരണം, നമുക്ക് 4 അറിയാം. പക്ഷെ എന്നാലും 4ന്റെ ഉത്തരം ഏതാ നമുക്ക് ഇപ്പോഴും അറിഞ്ഞൂടല്ലോ. അപ്പൊ നമ്മള് ചില സമയം ഇങ്ങനെ വിടുമല്ലോ. എങ്ങനെ ഇനി നമുക്ക് കൂട്ടായിട്ട് താഴെ നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പൊ പറഞ്ഞ ഇതിനെ കുറിച്ചാണ്. ഇത് ബാത്റൂം, എനിക്കറിയാം, അമ്മിച്ചമ്മയുടെ റൂം എന്ന് പറയപ്പെടുന്ന റൂം. അമ്മിച്ചമ്മ ഇത് ഉപയോഗിക്കാറില്ല. ഓക്കെ. ഇത് അലമാര. അമ്മിച്ചമ്മയുടെ അലമാരയാണ്. തുറക്കരുത്. അങ്ങേയറ്റം വരെ ഇങ്ങേയറ്റം വരെ സാരിയാണ്. അതെ, മറ്റേ കാഞ്ചീപുരം സാരി കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പൈസ കിട്ടുന്ന പറയില്ലേ, അലമാരപ്പാടി നോക്കി പൊക്കിക്കൊണ്ട് പറഞ്ഞോളത്തേക്ക് ഇതിനകത്തുണ്ട്. എല്ലാ അമ്മമാരും അങ്ങനെയാണ്. സാരി കുറെ ഉണ്ടെങ്കിലും ഉടുക്കൂല. ഉള്ളതില് നമുക്ക് ഇഷ്ടപ്പെടാം, മക്കൾക്ക് ഇഷ്ടപ്പെടാത്ത സാരിയൊക്കെ എപ്പോഴും കൊടുക്കുക. പക്ഷെ ഇവിടെ എനിക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമായിട്ടോ. വരുന്ന വഴി നമ്മുടെ പ്രദേശവും തൊട്ടപ്പുറത്തെ ചേട്ടൻ, എനിക്കൊരു പരിചയമില്ല, എന്നിട്ട് വരെ കൈ നോക്കി ഭയങ്കര കമ്പനിയായിട്ട് വർത്താനൊക്കെ പറഞ്ഞത്. അതിൽ ഓട്ടോക്കാരൊക്കെ പറഞ്ഞപ്പോ തന്നെ കേശു കേറി, വേറെ ചോദ്യമൊന്നുമില്ല. കേശു, ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമുക്ക് ആദ്യം ഒരു ചെറിയൊരു വീടായിരുന്നില്ലേ, വളരെ ചെറിയൊരു വീട്. പിന്നെ അറിയാം, നമുക്ക് കുറേ കഥകളിലൂടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഓരോ സ്റ്റെപ്പും കടന്നു വരുന്നത്. ശരിക്കും അന്ന് എന്താണ് ജീവിതം എന്നറിയാത്തൊരു സമയമാണ് സ്വാഭാവികം. പക്ഷെ അപ്പൊ എങ്ങനെയാണ് ഉമ്മച്ചി പറയുന്നത് കേട്ടിട്ടൊക്കെയാണോ ആ ഒരു ഇത് മനസ്സിൽ വന്ന്? ചെറുപ്പം നമ്മളെല്ലാരും നമ്മുടെ അമ്മ അച്ഛന്മാർ പറയുന്നത് കേട്ടായിരിക്കുമല്ലോ നമുക്ക് ഓരോരോ സാധനം കിട്ടണത്. അതേപോലെ തന്നെ അമ്മ പറഞ്ഞ കാര്യങ്ങളും, പിന്നെ സാധാരണ ഉള്ള കുട്ടികൾ എല്ലാ ദിവസവും സ്കൂളിൽ പോയായിരിക്കും അറിവ് നേടുന്നത്. അതേ സ്ഥാനത്ത് നമ്മൾ ഓരോരോ ഇപ്പം നമ്മളൊരു 10 പേരോട് സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അറിവ് വേറെ ആയിരിക്കും. അതേപോലെ 100 പേരോട് സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വേറെ അറിവായിരിക്കും. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ സംസാരിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടി, അഭിപ്രായങ്ങൾ അറിയാവുന്നത് കൂടി, അമ്മ പറഞ്ഞു തരുന്നത്, അതായത് കറക്റ്റ് സാധനം അമ്മ അരിഞ്ഞ് പറഞ്ഞു തരും. എടാ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നീ അത് വേണോ വേണ്ട ആലോചിച്ച് നോക്കുകയാണോ? ഓ ശരിയാവില്ല. അപ്പൊ നീ മറ്റേ പിടിച്ചു. ശരി, മറ്റേ പിടിച്ചു. ഞാൻ പറഞ്ഞൊക്കെ മനസ്സിലാക്കുന്നത് മനസ്സിലാക്കി ഏകദേശം. അതന്നെ.